My name is Ranjana. I am from Karunagapalli, Kollam district in Kerala. I am a psychological counselor. I have completed Diploma in Psychological Guidance and Counseling under BSS, Bharat Sevak Samaj. Now I am applying a skill certificate from World Skill Council. Thank you. Okay, what's your name? ശരത് മോഹൻ. എവിടെ സ്ഥലമൊക്കെ എവിടെയാണ്? സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളിയാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, രണ്ട് ചിൽഡ്രൻ. വൈഫ് ജോലിയാണ്. മക്കളൊക്കെ കുഞ്ഞു മക്കളാണോ വലിയ മക്കൾ? രണ്ട് ചെറിയ കുട്ടികളാണ്. ഇപ്പോൾ 1.5 വയസ്സാവുന്നേ ഉള്ളൂ. വൈഫ് എംപ്ലോയിഡ് ആണ്. ബാങ്ക് എംപ്ലോയി ആണ്. എല്ലാവരും കൂടെ ഒരു ഫാമിലിയിലാണ്. എല്ലാവരും ഫാമിലി ആകുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. ആക്ച്വലി എന്താണ് പ്രോബ്ലം? എന്താണ്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡിപ്രഷനുണ്ട്, ആൻസൈറ്റി ഉണ്ട്. അത് കാരണം തന്നെ സ്ലീപ്പ് പ്രോപ്പറല്ല, സ്ലീപ്ലെസ്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഈ ആൻസൈറ്റിയുടെ പ്രശ്നം കൊണ്ട് തന്നെ പലപ്പോഴും അപ്പറ്റൈറ്റിങ് ശരിയാവാറില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം മെയിൻ പ്രോബ്ലംസ് ഇതൊക്കെയാണ്. പിന്നെ അതാണ് പ്രശ്നങ്ങൾ. അവിടെ ജോബ് ചെയ്യുന്നത് നല്ല പ്രഷറൊക്കെ ഉണ്ടോ? അത്യാവശ്യം വർക്ക് പ്രഷറുകളൊക്കെ ഉണ്ട്. അത് ഒരു കാരണമായി. അതാണോ മെയിനായിട്ട് അതാണോ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല. എനിക്ക് കുറച്ച് ഓവർ തിങ്കിങ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി തന്നെ ഒരുപാട് നേരം ഞാൻ അതിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യും. ഷോർട്ട് ടേംബേർഡ് അല്ല, പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഓവർ തിങ്കിങ് ചെയ്യും. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ച് അത് പിന്നെ ഇത് എത്ര നാളായി ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറച്ച് നാളെ ആയുള്ളൂ. കുറച്ച് നാളെന്ന് പറയുമ്പോൾ ഒരു വർഷം 1.5 വർഷം ആകുന്നു. നേരത്തെ ഞങ്ങൾ പ്രോബ്ലംസ് ഇല്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ആരോടെങ്കിലും നേരത്തെ ഇത് കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? വേറെ ഇല്ല, ഫസ്റ്റ് ടൈം എന്റെ അടുത്താണ്. വീട്ടിൽ ആരോട് ഇതിനെ പറ്റി വൈഫിനോടൊക്കെ ഷെയർ ചെയ്തപ്പോ എന്തായിരുന്നു? അവർക്ക് പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും ഇല്ല. അവര് സാധാരണ നോർമലി ആൾക്കാർ പറയുന്നുള്ളൂ. അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാറുണ്ട്. ഹെറിറ്റേറ്റ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അതിന്റെ ഇഷ്യൂസ് ആവാൻ കാരണം സ്ലീപ്ലെസ്നെസ് പ്രോബ്ലം ഉണ്ട്. എന്നാലും എത്ര മണിക്കൂർ ഉറങ്ങും ഒരു ദിവസം? ഒരു ജോലിക്ക് പോയിട്ട് എത്ര മണിയാകുമ്പോൾ വരും വീട്ടില്? ഒരു ഈവനിങ് 6 o'clock. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഒക്കെ മൊബൈലിലോ യൂട്യൂബിലൊക്കെ വാച്ച് ചെയ്യും. ഫുഡൊക്കെ ടൈമിനാണോ കഴിക്കുന്നത്? രാവിലെ അതൊക്കെ അത് ചിലപ്പോൾ വേരി ചെയ്യും. അത്ര ഫിക്സഡ് ടൈം ഒന്നും ഇല്ല. ഇഷ്ടമുള്ള വിശക്കുമ്പോ അങ്ങ് കഴിക്കും. അങ്ങനെയുള്ളൂ. ഉറക്കമൊക്കെ എങ്ങനെയാ? ഉറക്കം ചിലപ്പോഴൊക്കെ നല്ല കിട്ടാണ്ട് വരുന്നത്. ഈ ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ വരുമ്പോ സ്ലീപ്പ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. കിടക്കാൻ നേരത്തെ കിടന്നോണ്ടിരിക്കുമ്പോ നമ്മൾ രാത്രി എഴുന്നേറ്റിരുന്ന് അങ്ങനെയൊക്കെ ഓവർ തിങ്ക് ചെയ്യും. അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെ എല്ലാവർക്കും ലൈഫിൽ എല്ലാ മനുഷ്യർക്കും ഒരു ടൈം എങ്കിലും വന്നു പോകുന്നതാണ്. ഇപ്പം എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മള് ഇതൊരു മാനസിക ഭയങ്കര മാറാത്ത ഇതൊന്നും അല്ല. ഇത് നമുക്ക് എല്ലാവർക്കും വരും. ജസ്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ചില കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്താൽ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഡിപ്രഷൻ ഇപ്പം നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും ഇപ്പം പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിലാണെങ്കിലും ജോബ് ചെയ്യുന്നവരാണെങ്കിലും ഓവർ തിങ്കിങ് വന്നു പോകും. പക്ഷെ അത് നമ്മൾ ഒരു കാര്യത്തെ പറ്റി നമുക്കൊരു നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിൽ നമുക്കൊരു ഉറപ്പില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യം അത് നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഫുഡ് ഒരു നമ്മുടെ ഏതൊരു അസുഖത്തിനാണെങ്കിലും നമ്മുടെ മെന്റൽ ഹെൽത്തിനാണെങ്കിലും ഫിസിക്കൽ ഹെൽത്തിനാണെങ്കിലും നല്ലപോലെ ഡയറ്റ് ചെന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുമല്ല, മാനസികമായിട്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം വെള്ളം നല്ലതായിട്ട് കുടിച്ചില്ല, അല്ലെങ്കിൽ രാവിലെ നല്ല ഫുഡ് കഴിച്ചില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് എപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് നല്ല ചേഞ്ച് വരും. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഡെയിലി ടൈമിന് കഴിക്കാൻ ശ്രമിക്കാം. ഇപ്പം നമ്മളിപ്പം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? രണ്ടും കഴിക്കും. ഓക്കെ. അപ്പം നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ പുറത്തു നിന്നുള്ള ഹോട്ടൽ ഫുഡ് ഇപ്പം എന്നും വീട്ടിൽ നിന്ന് കുക്ക് ചെയ്താണോ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുവന്നത്? പുറത്തുനിന്ന് ക്യാൻറ്റീനാണോ അതോ ഹോട്ടലിൽ നിന്നാണ്? ഓക്കെ. ഹോട്ടലിൽ ഇപ്പം ഇത് ബിസിനസ് ആണ് അവർക്ക്. അപ്പം നമ്മുടെ രുചിക്ക് അനുസരിച്ച് അവർ അതിനുള്ള പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ചേർക്കും, ഫുഡ് കളർക്ക്. അപ്പം നമുക്കത് ഡെയിലി അത് കഴിക്കുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് വരും. കാരണം ഇപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് തരുന്ന നല്ലപോലെ ചൂടാക്കിയതാണോ എന്നൊന്നും അറിയില്ല. അപ്പം കൊണ്ടുവന്ന വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ അതോ
അത് പലപ്പോഴും വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മിനറൽ വാട്ടർ വാങ്ങിക്കുവാണെങ്കിലും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. ഈ ഹോട്ടലിലൊക്കെ ചൂട് വെള്ളം അവർ തരുന്നതാണെങ്കിലും നല്ലതാണോന്നില്ല. അപ്പം നമ്മൾ ഫുഡും വെള്ളവും ഒക്കെ ശ്രദ്ധിക്കണം. മാക്സിമം നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം എത്ര വയസ്സുണ്ട്? 36 വയസ്സ്. അപ്പം ഈ ഓട്സ് പോലുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഓട്സ്, വെജിറ്റബിൾസ്, മെയിനായിട്ട് നല്ല ഫൈബർ അടങ്ങിയ ഫുഡ്, അതൊക്കെ ഫ്രൂട്ട്സ്, അതൊക്കെ കഴിക്കുക. ഈ സ്നാക്സ് ഒക്കെ കഴിക്കാറുണ്ടോ? എന്താണ് ഇഷ്ടം? ജങ്ക് ഫുഡ്സിൽ ഓക്കെ, അത് ഏറ്റവും നല്ല. മാക്സിമം അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം എന്നാലും നമുക്ക് വല്ലപ്പോഴും കഴിക്കുന്നതിന് ഇപ്പം ഫാമിലിയായിട്ടൊക്കെ പുറത്തു പോകുമ്പോഴും അങ്ങനെ. ഇപ്പം നോൺ വെജ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വെജിറ്റേറിയൻസ് ഒരുവിധം അവർ സെലക്റ്റീവ് ആണല്ലോ. നോൺ വെജ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റിന് അതെ ഒരുപാട് അസുഖങ്ങൾ വരും ഹെൽത്തിനാണെങ്കിൽ പോലും. അപ്പം ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അപ്പം ഫുഡ് നന്നായിട്ട് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക. ഫുഡ് അത് സമയത്തിന് കഴിക്കുക. നമ്മൾ വിശക്കാൻ മാത്രം നോക്കി നിൽക്കരുത്. നമ്മൾ ദാഹിക്കാൻ മാത്രം നോക്കി. നമ്മൾ വെള്ളം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ അത് ചെയ്യുക. അല്ലാതെ പിടിച്ചു വെക്കുക, അങ്ങനെ അതൊക്കെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പം അങ്ങനെ ഫുഡും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഓവർ തിങ്കിങ് എക്സസൈസ് ഒരു നല്ലൊരു ഘടകം. ഡെയിലി ഒരു 30 മിനിറ്റ് എങ്കിലും. അതിപ്പം യോഗ തന്നെ ചെയ്യണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ യോഗ അറിയെങ്കിൽ അത് ബെറ്റർ ആണ്. കാരണം യോഗ, മെഡിറ്റേഷൻ, അപ്പൊ അതിന്റെ സൂര്യ നമസ്കാരം അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? യോഗയൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി. യോഗ ഒക്കെ പോലുള്ളതിന് നമ്മൾ എവിടെയെങ്കിലും നല്ല ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പം നല്ലത് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ടീച്ചറിന്റെ അണ്ടറിൽ പഠിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാം. അപ്പൊ നല്ല അത് ഇപ്പം യോഗ അതൊരു ഇതാണ്. അല്ലെങ്കിൽ വേറൊരു ജിമ്മിലൊക്കെ പോകുന്നത്, അതും ഇൻസ്ട്രക്ടറിന്റെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ ഏജും നമ്മുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ വെച്ച് നമ്മുടെ ബോഡിക്ക് എന്താ വേണ്ടത്. അപ്പം പ്രതിരോധശേഷി, അപ്പം ഈ പ്രതിരോധശേഷിയുടെ കാര്യം നമുക്ക് ഗ്രീൻ ടീ പോലുള്ള ഡ്രിങ്ക്സ് ഒക്കെ നല്ലതാണ്. ഈ ചായ, കോഫിയൊക്കെ അത് ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഗ്രീൻ ടീ ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട്, അതായത് ഇപ്പം വേറെ അസുഖങ്ങൾക്കൊന്നും മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ ഡോക്ടറിന്റെ സജഷൻ പ്രകാരം ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. കാരണം ആവശ്യമില്ലാത്ത ടോക്സിൻസ് ഒക്കെ ഒരുപാട് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. നമുക്ക് ഈ സ്ട്രെസ് റിലീഫിനൊക്കെ പറ്റിയ നല്ലൊരു ഡ്രിങ്കാ ഈ പെപ്സി. അങ്ങനെയൊക്കെ അതൊക്കെ അറിയാമല്ലോ, നമുക്കറിയാമല്ലോ. അപ്പം അതിനൊക്കെ നല്ല ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഡെയിലി എപ്പോഴെങ്കിലും അത് ഡോക്ടറിന്റെ സജഷൻ പ്രകാരം കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. പിന്നെ എക്സസൈസിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിനിമം 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യണം. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ യോഗയാവാം, അല്ലെങ്കിൽ ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ വാക്കിംഗ് ആവാം. ഇപ്പൊ വൈഫ് രാവിലെ നിങ്ങൾ ഒരുമിച്ചാണോ ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന്? ഓക്കെ, അപ്പൊ രാവിലെ രണ്ടുപേരും കൂടെ ഒരു ഇച്ചിരി നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് 5:30 മുതൽ 6 മണി വരെ, അല്ലെ 6 മണി മുതൽ 6:30 വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമുക്ക് മെഡിറ്റേഷൻ നല്ലൊരു ഇതാണ്. മെഡിറ്റേറ്റിംഗ് ടൈമിൽ നമ്മൾ പൾസ് കൗണ്ടിങ് നല്ലതാണ്. പൾസ് കൗണ്ടിങ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, പ്രാണായാമയാണ്. അത് നമ്മൾ ജസ്റ്റ് ഞാനൊരു ഇത് കാണിച്ചു തരാം. നമ്മള് ചന്ദനപ്പൊട്ടിട്ടിരുന്നിട്ട് നടു നിവർത്തിയിരുന്നിട്ട് നമ്മള് ഞാൻ ചെയ്യുന്ന പോലെ ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് ഉണ്ട്.